ട്രാവൽ വിഷൻ മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കോർഡേലിയ ക്രൂയിസ് കപ്പൽ യാത്രയുടെ 2ാം ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. രാവിലെ നമ്മൾ എണീറ്റു, പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. ചായ കുടിക്കാൻ നമ്മൾ 10ാം നിലയിലുള്ള ഫുഡ് കോർട്ടിലേക്ക് പോകണം. അപ്പം അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഈ കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ കയറിയിരുന്ന് കടലിലെ പ്രഭാത കാഴ്ചകൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കടൽ അല്പം ശാന്തമായിരുന്നു. ഇങ്ങനെ നമ്മുടെ കപ്പൽ ശാന്തമായി ഉൾക്കടലിലെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ നീന്തുകയാണ്. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടിവിടെ തിരക്കുകൾ കുറവായിരുന്നു. രാവിലെ ചായ കുടിക്കാൻ പതിവുള്ളവർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടിട്ട് ഈ 10ാം നിലയിലെ ഡെക്കിലുള്ള ഫുഡ് കോർട്ടിൽ കയറി ഇങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വിശപ്പ് തോന്നിയത് കാരണം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടി ആകാമെന്ന് കരുതി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കളക്ട് ചെയ്ത് അവിടെ തന്നെ ഉള്ള ഡൈനിങ് ഹാളിലെ ഒരു വശത്ത് പോയിരുന്ന് കഴിച്ചു. നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന ഏത് ഭക്ഷണവും നമുക്ക് ബൊഫറ്റായിട്ട് തന്നെ എടുത്ത് കഴിക്കാമായിരുന്നു. ഭക്ഷണത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ യാത്രക്കാർക്കായി കോർഡേലിയ ക്രൂയിസ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണത്തിനും അതുപോലെ ബിവറേജസ് കോൾഡ് ആൻഡ് ഹോട്ട് യാതൊരു വഞ്ഞവുമില്ലായിരുന്നു. ഭക്ഷണത്തിന് ശേഷം കപ്പലിൽ ഉള്ളിലെ 4ാം ഡെക്കിലെ ഇടനാഴിയിലൂടെ ഇങ്ങനെ റൂമുകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു. അതിനകത്ത് തന്നെ 1 കിലോമീറ്ററോളം ചുറ്റി നടക്കാനുള്ള ഇങ്ങനെ ഇടനാഴിയുണ്ട്. രാവിലെ വേണമെങ്കിൽ ഇറങ്ങി ഒരു മോർണിംഗ് വാക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഇവിടെ മോർണിംഗ് വാക്ക് നടത്തുന്നവരെയും കാണാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടനാഴി കണ്ട് നമ്മൾ വീണ്ടും കപ്പലിൻ്റെ പോർട്ടിക്കോയിലേക്ക് വന്നു. പോർട്ടിക്കോയിലേക്ക് വന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സുഹൃത്തായ പെരേര വന്നു. ഞങ്ങൾ 2 പേരും കൂടെ പോയി കുറച്ച് ഭക്ഷണം കൂടെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കടലിലെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ സമയം തള്ളി നീക്കി. നമ്മുടെ കപ്പലെപ്പോഴും ഓളപ്പരപ്പിലൂടെ ചെറിയൊരു ആടി ഉലച്ചിലൂടെ ഇങ്ങനെ അറബിക്കടലിൽ ഓളപ്പരപ്പുകൾ കീറിമറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പർ ഡെക്ക് സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചാണ് നടന്നത്. അപ്പോൾ അങ്ങനെ ഈ ശരിക്കും കടൽ അല്പം റഫ് ആയിരുന്നതിനാൽ പൂളിലൊന്നും ആരും കുളിക്കാൻ ഇറങ്ങിയതായിട്ട് കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാം ഉണർന്ന് ഇതുപോലെ പകൽ സമയത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഇങ്ങനെ ആ ഡെക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്തോഷപൂർവ്വം നടക്കുന്നത് കാണാമായിരുന്നു. അപ്പം നമ്മുടെ കപ്പലിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇങ്ങനെ കടലിലെ ഓളങ്ങൾ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈ കൂറ്റൻ കപ്പൽ ഇങ്ങനെ നീങ്ങുകയാണ്. ഞാൻ ഈ കാഴ്ചകൾ കാണുന്നതോടൊപ്പം ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലുമായിരുന്നു. ഇങ്ങനെ കടൽ ശാന്തമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല ഓളമുണ്ടായിരുന്നു. നല്ല കടലിങ്ങനെ നമ്മുടെ ഇത്രയും വലിപ്പവും ഭാരവുമുള്ള ഈ കപ്പൽ തന്നെ ഇങ്ങനെ ചാഞ്ചാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ശക്തമായ ഒരു കടലിൻ്റെ തള്ളിച്ച ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു സംഘമാണ്. അവരിങ്ങനെ റീലൊക്കെ എടുത്ത് ഡാൻസ് കളിച്ച് പോസ് ചെയ്ത് റീലൊക്കെ എടുത്ത് ഇങ്ങനെ ഈ മട്ടുപ്പാവിൽ നിന്ന് രസിക്കുകയാണ്. ഞാൻ ആ മുൻഭാഗത്തെ കാഴ്ചകൾ അല്പം കാണാമെന്ന ഉദ്ദേശത്തോടു കൂടി വീണ്ടും നമ്മൾ മുൻപിലെ കാഴ്ചകൾ, കടലിൻ്റെ കാഴ്ചകൾ, കടലൊരു നമുക്ക് ചുറ്റും വട്ടം തീർത്തിരിക്കുകയാണ്. ശരിക്കും ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് തോന്നുന്ന കാഴ്ചകളാണ് കണ്ടത്. നമ്മുടെ ചുറ്റും ഇങ്ങനെ ആകാശവും കടലും കൂടി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആ വൃത്തത്തിന് നടുവിൽ നമ്മൾ മെല്ലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒഴുകി നീങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ കുറച്ച് യാത്രക്കാർ ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നു നിന്ന് നല്ല ഇളം കാറ്റ് ഏറ്റുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ കപ്പലിൻ്റെ മുൻഭാഗത്തുള്ള ഫ്ലാഗ് പോസ്റ്റാണ് നമ്മളാ കാണുന്നത്. അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ നിന്ന് കടലിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നു. അവരോടൊപ്പം ഞാനും ഇങ്ങനെ കടലിൻ്റെ വർണ്ണശബളിമയിൽ ലയിച്ച് ഇങ്ങനെ മറ്റൊരു യാത്രികനായി, ഒരു യാത്രികൻ്റെ ആമോദം നുണഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. കപ്പലിനുള്ളിൽ തന്നെ നമ്മുടെ നാട്ടുകാരനായ സുനിലിനെ കണ്ടുമുട്ടി. അതും ഒരു സന്തോഷകരമായ അനുഭവമായിരുന്നു. സുനിലും വൈഫും പാക്കേജിലെത്തിയവരാണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് കടൽക്കാറ്റേറ്റുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മളെയും വഹിച്ചുകൊണ്ട് ആ കൂറ്റൻ കപ്പൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. വീണ്ടും നമ്മൾ ഉച്ചയായപ്പം വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു 11 മണി മുതൽ തന്നെ ഉച്ചഭക്ഷണമെല്ലാം റെഡിയാക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളതൊന്ന് ആവശ്യത്തിനെടുത്ത് കഴിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം കപ്പലിലൂടെ നമ്മൾ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നു. ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും സ്വർണ്ണക്കടകളും വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ്. അതുകൊണ്ട് നമ്മളതിലൊന്നും തൊട്ടില്ല. നമ്മൾ ഈ പോർട്ടിക്കോയിലെ കാഴ്ചകളും ഈ വട്ടുപ്പാവിലെ കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ഇതെല്ലാം ഷോപ്പുകളാണ്. എല്ലാത്തിനും അമേരിക്കൻ ഡോളറിലാണ് വില കൊടുക്കേണ്ടത്. കാസിനോ ഷോപ്പുകൾ, പിന്നെ അതുപോലെ പെയ്ഡ് തിയേറ്റർ എല്ലാം ഉണ്ട്. ഒരു ടിക്കറ്റിന് 1000-1500 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എക്സ്ട്രാ പണച്ചെലവ് വരുന്ന ഒരു ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടില്ല. നമ്മൾ ഈ കണ്ട ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ കാഴ്ചകൾ, ഈ കടലിൻ്റെ മനോഹാരിത, ഈ കടൽ നമുക്ക് സമ്മാനിക്കുന്ന ആമോദം, അതിങ്ങനെ മനസ്സിൽ നുണഞ്ഞുകൊണ്ട് കൂടുതൽ സമയവും ഈ പോർട്ടിക്കോ അതുപോലെ തന്നെ മട്ടുപ്പാവിലൊക്കെ നടക്കാനാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്തു തരുന്ന ഒരു ഫോട്ടോ ഗാലറി തന്നെ ഉണ്ട്. നമ്മൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ ഇവിടെ കടലിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല കിടുക്കാച്ചി ഫോട്ടോസ് എടുത്ത് അവർ നമുക്ക് തരും. അതിനുള്ള സംവിധാനമുണ്ട്. സ്പാ ഉണ്ട്, 9ഓളം ബാറുകളുണ്ട്.
പിന്നെ തിയേറ്റർ, ലൈവ് ഷോ തിയേറ്ററുണ്ട്, അതുപോലെ കോമഡി ഷോ തിയേറ്ററുണ്ട്. കോമഡി ഷോ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇവിടെ ടെന്നീസ് കോർട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കാം. പിന്നെ മുകളിൽ ജിംനേഷ്യം ഉണ്ട്. അങ്ങനെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് ഷെഫിൻ്റെ ഒരിതാണ്. അവിടെ നമുക്ക് പൈസ കൊടുത്ത് സ്പെഷ്യലായിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട്, ഇവിടുത്തെ ഒരു പ്രധാന ബാറാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു 8 മണിയോടുകൂടി മ്യൂസിക് കലാപരിപാടികളും രാത്രി 1 മണി വരെ DJ പരിപാടി, അതെല്ലാം നമ്മൾ യാത്രക്കാർ തന്നെ പെർഫോം ചെയ്യുന്നതാണ്. അതിനുള്ള സൗകര്യവും സ്റ്റേജും എല്ലാം കപ്പലിൽ നിന്നുണ്ട്. ലൈവ് ബാൻഡിൻ്റെ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാൻ പ്രത്യേക DJ കോട്ടുണ്ട്. അത് 10ാമത്തെ ഡെക്കിലാണ്. ഇത് 5ാമത്തെ ഡെക്കിലാണ്. ചെയർമാൻസ് ക്ലബിൻ്റെ അകത്താണ് ഈ മ്യൂസിക് ഈവൻ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്ന് ആണും പെണ്ണും എന്നുള്ള വേർതിരിവില്ലാതെ വളരെ മാന്യമായി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നടത്തിയ ഒരു DJ മ്യൂസിക് ഈവൻ്റ് ആയിരുന്നു. കപ്പലിലെ അവസാന കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ തുടരും. താങ്ക് യു.